ഇന്ന് കുക്കിയും കയ്യടിയും വളരെ വ്യത്യസ്തമായ ഒരു ആളുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് വരുന്നത്. വടകര കടത്തനാടിൻ്റെ മണ്ണ്, പ്രബുദ്ധമായ ബഹുസ്വരത നിലനിൽക്കുന്ന പ്രിയപ്പെട്ട മണ്ണ്. ആ മണ്ണിൽ വർഗീയതയുടെ വിഷക്കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വർഗീയതയുടെ വിഷക്കാറ്റ് ആരാണ് തൊടുത്തുവിട്ടത്? ആരാണ് എഴുതുവിട്ടത്? നമ്മുടെ തെരുവുകളെ കത്തിക്കാൻ ആരാണ് പ്ലാൻ ചെയ്തത്? ഷാഫി പറമ്പിൽ, ശൈലജ ടീച്ചർ രണ്ടുപേരും ഏറ്റുമുട്ടട്ടെ. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് ചരിത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിധികളാണ്. ആര് ജയിച്ചാലും ആര് തോറ്റാലും കൂക്കിക്കും കയ്യടിക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ വടകരയ്ക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ബോധത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു വടകരക്കാരനാണ്, കടത്തനാട്ടുകാരനാണ്. കാരണം ഈ വടകരയുടെ സംസ്കൃതി അത് വി ടി കുമാരൻ മാസ്റ്റർ മുതൽ, നമ്മുടെ പി ടി അബ്ദുറഹിമാൻ മുതൽ, കടത്തനാട്ട് മാധവിയമ്മ മുതൽ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള മുതലുള്ള സാംസ്കാരിക ലോകത്തെ ബഹുമുഖ പ്രതിഭകൾ വർഷങ്ങളായിട്ട് പടുത്തുയർത്തിയ ഒരു ബഹുസ്വരതയുടെ നാടാണ്. ഇവിടെ രാഷ്ട്രീയവും ആശയവും പറയുന്നതിനപ്പുറത്ത് മതം വല്ലാതെ പറയുന്ന, ജാതി പറയുന്ന ഒരു ഏരിയ അല്ല. ഈ ഏരിയയിൽ കിടന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ നിരന്തരമായി കാഫിറെന്നും തീയനെന്നും മുസ്ലിമെന്നും വകതിരിവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വ്യഥകളെക്കുറിച്ച്, മനുഷ്യൻ്റെ ആത്മദുഃഖങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം ജാതിയും മതവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആരാണ് ഷാഫി? ആരാണ് ശൈലജ ടീച്ചർ? അവരുടെ പാർട്ടിക്കാർക്ക് നേതാവായിരിക്കാം, അവരുടെ നിലപാടുകൾ പറയുന്നവരായിരിക്കാം. പക്ഷെ വടകരക്കാർ എന്ത് പിഴച്ചു? ഇവിടെ കെ പി ഉണ്ണികൃഷ്ണൻ മുതൽ രത്നസിംഗ് മുതൽ പി സതീദേവി വരെ മത്സരിച്ച് ജയിച്ചും തോറ്റും കൊണ്ടും കൊടുത്തു നിന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാഫിർ 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 എന്ന്. ആരെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത്? വടകരയുടെ മനസ്സിനെയോ? വടകരയ്ക്കൊരു രാഷ്ട്രീയ ബോധമുണ്ട്, വടകരയ്ക്കൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലുടനീളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ വൈറസും ഇല്ലാത്ത സ്ഥലമാണ് വടകര. ആരാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാൾ ഇന്നലെ വന്നു കുറെ സംസാരിച്ചിട്ട് പോയി, ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ്. പൊളിറ്റിക്കൽ പോയിസൺ എന്നൊക്കെ ആരെയോ വിളിച്ചു പറഞ്ഞു. അതൊന്നുമല്ല, കാരണം അവർക്ക് എന്തും വിളിക്കാം. കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഒരങ്ങനെ അലക്കിത്തേക്കാനുള്ള ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം വടകര എന്ന് പറയുന്നത് പ്രബുദ്ധമായ ഒരു നാടാണ്. ഈ നാട് ഒരിക്കലും ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ചർച്ച ചെയ്തിട്ടില്ല. ജാതിയും മതവും ചർച്ച ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം മനുഷ്യത്വത്തിൻ്റെ ഭാഷയിൽ, മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രമുള്ള ഭാഷ മാത്രമേ വടകരക്കാർ സംസാരിച്ചിട്ടുള്ളൂ. ഒരു മാഷാ അല്ലാഹ് കടത്തനാട്ടുകാർ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കില്ല ഒരു മാഷാ അല്ലാഹയെ. ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ മാഷാ അല്ലാഹ് വടകരക്കാർ ഏറ്റുപിടിച്ചില്ല. ഒരു രാഷ്ട്രീയ നേതാവും ഏറ്റുപിടിച്ചില്ല, ഒരു സാംസ്കാരിക പ്രവർത്തകനും ഏറ്റുപിടിച്ചില്ല, ഒരു കലാകാരനും ഏറ്റുപിടിച്ചില്ല. അതങ്ങനെ വിടുകയാണ് ചെയ്തത്. അത് കടത്തനാട്ടിൻ്റെ പാരമ്പര്യമാണ്. ഫസൽ വധക്കേസിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ട് രക്തക്കറ പുരണ്ട ടൗവലുകളെ കുറിച്ച് മലയാളി ഇപ്പോഴും ബോധമണ്ഡലങ്ങൾ അസ്വസ്ഥനാണ്. കാരണം ആ ടൗവലും ചർച്ച പിടിച്ചിരുന്നില്ല. നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? ആരോടാണ് നിങ്ങൾ മതം പറയുന്നത്? ഷാഫി തോറ്റാലും ശൈലജ ടീച്ചർ തോറ്റാലും ഇവർ രണ്ടുപേര് ജയിച്ചാലും വടകരക്കാർക്കൊരു ചുക്കുമില്ല. വടകരക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കടത്തനാട്ട് മാധവമ്മയുടെ നാടാണ്, പി ടി അബ്ദുറഹിമാന്റെ നാടാണ്, വോൾഗയിലെ താമരപ്പൂക്കൾ എഴുതിയ വി ടി മുരളിയുടെ അച്ഛൻ വി ടി കുമാരൻ മാസ്റ്ററുടെ ചരിത്രബോധം നൽകുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് സംസ്കൃതികളെ ഇവിടെ മുസ്ലിമെന്നോ കാഫിറെന്നോ ഹിന്ദുവെന്നോ തീയനെന്നോ പുലയനെന്നോ സംസാരിക്കാത്ത ഒരാൾക്കൂട്ടം തെരുവുകളിൽ അധിവസിക്കുന്ന ഒരു നാടാണ്. ഈ നാടിനെയാണ് നിങ്ങൾ കുട്ടിച്ചോറാക്കുന്നത്. ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ കടത്തനാട്ടിൻ്റെ പ്രബുദ്ധത നിങ്ങൾക്ക് അവസരം തരില്ല. ജൂൺ 4 ശേഷം ഇവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ, ഹിന്ദുവും മുസൽമാനും തമ്മിൽ ഒരു UP ആക്കാൻ, ഒരു ഉത്തരേന്ത്യയാക്കാൻ, ഒരു മുസാഫർ നഗരാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നെങ്കിൽ അവർ പരാജയപ്പെട്ടു പോകും. നിങ്ങളെ കൂക്കിയിടുകയാണ്. നിങ്ങൾ മോദിക്ക് പിടിക്കരുത്,
നിങ്ങൾ സംഘപരിവാറിന് പഠിക്കരുത്. ആരാണിത് പ്രചരിപ്പിക്കുന്നത്? അവർ സംഘപരിവാറിന് പഠിക്കുകയാണ്. സംഘപരിവാറിന്റെ പാഠശാലകൾ എന്താണ് പറയുന്നത്? സംഘപരിവാറെത്തുന്ന രാഷ്ട്രീയ ബോധം എന്താണ്? അത് ഹിന്ദുത്വ പ്രീണനമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് നിങ്ങളുടെ പറയുന്നത്. അടുത്ത അസംബ്ലി ഇലക്ഷൻ ലക്ഷ്യമിട്ടാണ് ഈ അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നു എന്ന് പറയുന്ന, ഇവിടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്നു പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ജനം ചൂലെടുത്തടിക്കും. കൂക്കിയിടുകയാണ്, കൂക്കിയും കയ്യടിയും. കൂക്കിയിടുകയാണ് ഞങ്ങളല്ല, കൂക്കി വടകരക്കാർ പ്രബുദ്ധതയുടെ ഒരു ബഹുസ്വരത ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ലോകത്ത് നിന്നുകൊണ്ട് കൂക്കിയിടുകയാണ്.